വ്യവസ്ഥകളെക്കുറിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെ ഇന്ത്യ-US വ്യാപാര കരാർ സംബന്ധിച്ച ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവന 5 ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങും. ഇന്ത്യ-US വിപുലമായ ഉഭയകക്ഷി കരാറിന്റെ നിയമപരമായ ചട്ടക്കൂടും ഇതോടൊപ്പം ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ-US സംയുക്ത പ്രസ്താവനയ്ക്ക് ശേഷം തീരുവ 18% കുറച്ചുകൊണ്ട് US ഉത്തരവ് പുറപ്പെടുവിക്കും. ഊർജ്ജം, സാങ്കേതിക മേഖലകളിൽ ഏകദേശം $50,000 കോടി ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യും എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം പരോക്ഷമായി ഇന്ത്യ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ-US വ്യാപാര കരാറിനെതിരെ പ്രതിപക്ഷം രാജ്യത്ത് പ്രതിഷേധം ഘടിപ്പിക്കുന്നതിനിടെയാണ് ഇന്ത്യ-US വ്യാപാര കരാർ മാർച്ച് പകുതിയോടെ ഒപ്പിടുക. നിലവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% പകരം തീരുവയും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ചുമത്തിയ 25% അധിക തീരുവയും ചേർന്ന് 50%മാണ് തീരുവ US ചുമത്തിയിട്ടുള്ളത്. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീലിന് മാത്രമാണ് ഇത്രയധികം തീരുവ US ചുമത്തിയിട്ടുള്ളത്. ഇന്ത്യ-US വ്യാപാര കരാർ പ്രാവർത്തികമാകുന്നതോടെ തീരുവ 50%-ൽ നിന്ന് 18% കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് നിക്ഷേപ വാഗ്ദാനങ്ങളൊന്നുമില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. വിമാനങ്ങളുടെ കാര്യത്തിൽ മാത്രം ബോയിങ്ങിൽ നിന്ന് $50 ബില്യൺ വാങ്ങലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് കേന്ദ്രം വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കരാർ നിയമപരമാകുന്നതോടെ മറ്റ് ചില ഇളവുകൾ കൂടി രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കാര്യങ്ങൾ വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. കരാറിനെക്കുറിച്ചുള്ള സംയുക്ത പ്രസ്താവന നിയമപരമായ കരാറിൽ മറ്റു വ്യവസ്ഥകൾ ഉൾപ്പെടുമോ എന്നതെല്ലാം പിന്നീട് മാത്രമാകും അറിയാൻ കഴിയുക. ഏതായാലും ഇന്ത്യ-US വ്യാപാര കരാർ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന 5 ദിവസത്തിനകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെയാകും വ്യവസ്ഥകൾ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരിക. ഷെഗിന ന്യൂസ് ബ്യൂറോ, ദില്ലി.